നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. ഏഷ്യ കപ്പിൽ ടീം ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണിംഗ് ജോഡികൾ സഞ്ജു സാംസണും ലോക ഒന്നാം നമ്പർ അഭിഷേക് ശർമ്മയുമായിരിക്കുമെന്ന് ഇനി ഉറപ്പിക്കാം. കാരണം KCLൽ ഓപ്പണിംഗ് റോളിൽ തുടർച്ചയായി 4ാമത്തെ 50+ സ്കോറും കുറിച്ചിരിക്കുകയാണ് മലയാളി സൂപ്പർ താരം. ഇനി തന്റെ ഓപ്പണിംഗ് റോളിനെ വെല്ലുവിളിക്കാൻ ആർക്കും കഴിയില്ലെന്ന് ഈ പ്രകടനത്തോടെ അദ്ദേഹം അടിവരയിട്ടിരിക്കുകയാണ്. വൈസ് ക്യാപ്റ്റൻ റോളിൽ ടീമിലേക്ക് തിരികെ എത്തിയ യുവ സൂപ്പർ താരം ശുഭ്മാൻ ഗില്ലിനെ ഓപ്പണിംഗിൽ നിന്ന് മാറ്റുകയല്ലാതെ ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറിന് മുന്നിൽ ഇനി മറ്റു വഴികളില്ല. സഞ്ജുവും അഭിഷേകും ഓപ്പണിംഗിൽ ഇറങ്ങുമ്പോൾ 3ാം നമ്പറായിരിക്കും ഗില്ലിന്റെ പുതിയ പൊസിഷനെന്ന് ഉറപ്പിക്കാം. നേരത്തെ 3ാമനായിരുന്ന തിലക് വർമ്മയ്ക്ക് 5ാം നമ്പറിലേക്ക് മാറേണ്ടതായി വരും. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനായി KCLൽ ഓപ്പണിംഗിൽ കളിക്കുന്ന സഞ്ജു അവിശ്വസനീയ സ്ഥിരതയാണ് പുലർത്തുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന കളിയിൽ തുടരെ 4ാമത്തെ 50+ സ്കോറും കണ്ടെത്തിയിരിക്കുകയാണ് അദ്ദേഹം. ആലപ്പൽ റേപ്പിസിനെ കൊച്ചി 3 വിക്കറ്റിന് തോൽപ്പിച്ച കളിയിൽ സഞ്ജു മിന്നുകയായിരുന്നു. 41 ബോളിൽ 202.44 സ്ട്രൈക്ക് റേറ്റിൽ 83 റൺസോടെയാണ് അദ്ദേഹം റൺ ചേസിൽ ഹീറോയായത്. 9 സിക്സറും സഞ്ജുവിന്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നു. 147 റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന് കൊച്ചി 18.2 ഓവറിൽ 7 വിക്കറ്റിന് ജയത്തിലേക്ക് എത്തുകയും ചെയ്തു. ഏഷ്യ കപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇന്ത്യൻ ടീമിന്റെ ഓപ്പണിംഗ് റോൾ ഭദ്രമാക്കാൻ സഞ്ജു സാംസണിന് ലഭിച്ച സുവർണ അവസരമായിരുന്നു KCLന്റെ 2ാം സീസൺ. അദ്ദേഹം അത് ശരിക്കും മുതലാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇനി സഞ്ജുവിനെ മാറ്റി ശുഭ്മാൻ ഗിൽ അഭിഷേക് ശർമ്മ ജോഡിയെ ഓപ്പണിംഗിൽ കളിപ്പിക്കുന്നതിനെ പറ്റി കോച്ച് ഗൗതം ഗംഭീറിന് ആലോചിക്കാൻ പോലും കഴിയില്ല. 8 മത്സരങ്ങൾക്ക് ശേഷം 12 പോയിന്റുമായി കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് KCL തലപ്പത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിന് പ്രധാന കാരണക്കാരൻ സഞ്ജു തന്നെയാണ്. ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയായ അദ്ദേഹം 6 കളിയിലാണ് ഇറങ്ങിയത്. 73.60 ശരാശരിയിൽ 186.80 എന്ന ഗംഭീര സ്ട്രൈക്ക് റേറ്റിൽ 368 റൺസ് സഞ്ജു വാരിക്കൂട്ടി കഴിഞ്ഞു. 30 സിക്സറുകൾ അദ്ദേഹം പറത്തുകയും ചെയ്തു. റൺവേട്ടയിൽ തൃശൂർ ടൈറ്റൻസ് ഓപ്പണർ അഹമ്മദ് ഇമ്രാൻ 7 കളിയിൽ നിന്ന് 379 റൺസുമായി 1ാം സ്ഥാനത്തുണ്ടെങ്കിലും തൊട്ടുപിറകിലായി 2ാം സ്ഥാനത്താണെങ്കിലും ശരാശരി സ്ട്രൈക്ക് റേറ്റ്, സിക്സർ എന്നിവയിലെല്ലാം സഞ്ജുവാണ് തലപ്പത്ത്. കരിയറിൽ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സ്ഥിരതയാണ് KCLൽ അദ്ദേഹം പുലർത്തുന്നത്. ആലപ്പി റൈഫിൾസുമായുള്ള കളിയിലൂടെയാണ് സഞ്ജു IPLൽ അരങ്ങേറിയത്. പക്ഷേ ഈ മാച്ചിൽ 6ാം നമ്പറിൽ ബാറ്റ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം പിഴച്ചു. 22 ബോളിൽ നേടിയത് 13 റൺസ് മാത്രം. ഇതോടെ ഇവിടെയല്ല തന്റെ യഥാർത്ഥ പൊസിഷനെന്ന് ബോധ്യമായ സഞ്ജു അടുത്ത കളിയിൽ ഓപ്പണിംഗിലേക്ക് വന്നു. എരീസ് കൊല്ലം സൈലേഴ്സിനെതിരെ നേടിയത് 51 ബോളിൽ 121 റൺസ്. പിന്നീട് സഞ്ജുവിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കളിച്ച 3 ഇന്നിംഗ്സുകളിലും 50+ സ്കോറുകൾ. 46 ബോളിൽ 89 റൺസ്, 37 ബോളിൽ 62 റൺസ്, അവസാനമായി 41 ബോളിൽ 83. 50+ സ്കോറുകൾ ശീലമാക്കിയ സഞ്ജുവിനെയാണ് ഇപ്പോൾ KCLൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.